കൊരട്ടി മുരിങ്ങൂരിൽ കാറിന് പുറകിൽ അജ്ഞാത വാഹനമിടിച്ച് അച്ഛനും മകളും മരിച്ചു. കോതമംഗലം സ്വദേശികളായ ജയ്മോൻ, ജോവാന എന്നിവരാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഭൂമി തരം മാറ്റലിന്റെ മറവിൽ വ്യാപകമായി നിലം നികത്തൽ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പാടശേഖരം താഴ്ത്തി ചെളിയും മണ്ണും നീക്കിയതിനാൽ മാള പുത്തൻചിറയിൽ ഉപ്പുവെള്ളം കയറിയതായി പരാതി. ഷൊർണൂർ കുളപ്പുള്ളി കണയം റോഡിൽ KSEBയുടെ കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരായ അച്ഛനും മകനും പരിക്ക്. കുളപ്പുള്ളി സ്വദേശി മദനമോഹൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്രതാനുഷ്ഠാന പുണ്യം നിറഞ്ഞ റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനാ നിർഭരമാക്കിയ മുസ്ലിം വിശ്വാസി സമൂഹം. ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വാർത്തകൾ വിശദമായി. ദേശീയപാത കൊരട്ടി മുരിങ്ങൂരിൽ വാഹനാപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കോതമംഗലം കൊറ്റംചിറയിൽ 46 വയസ്സുള്ള ജയ്മോൻ, മകൾ 11 വയസ്സുള്ള ജോവാന എന്നിവരാണ് മരിച്ചത്. ജയ്മോന്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൽ, ബന്ധു അലൻ എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോതമംഗലത്തു നിന്നും മഞ്ജുവിന്റെ പാലക്കാടുള്ള വീട്ടിലേക്ക് പോകുന്നതിനിടെ ഖന്ന നഗറിൽ വെച്ചായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് പലവട്ടം മറിഞ്ഞ ശേഷം റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. പിന്നിൽ വന്നിരുന്ന വാഹനം കാറിൽ ഇടിച്ചതാണ് അപകട കാരണമെന്ന് പറയുന്നു. എന്നാൽ സ്ഥലത്തെ CCTV ക്യാമറകൾ നിരീക്ഷിച്ചതിൽ നിന്നും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ കൊരട്ടി പോലീസും ചാലക്കുടിയിൽ നിന്നുമെത്തിയ അഗ്നിരക്ഷാ സേന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കുണ്ടന്നൂരിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കുണ്ടന്നൂർ സ്വദേശി കോലത്തട്ടിൽ സുനിലിനാണ് പരിക്കേറ്റത്. കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിനും പള്ളിക്കും ഇടയിലാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസ് ബൈക്കിനെ മറികടക്കുന്നതിനിടയിൽ ഹാൻഡിലിൽ തട്ടി വലിക്കുകയായിരുന്നു. പരിക്കേറ്റ സുനിലിനെ നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴഞ്ഞി പെട്രോൾ പമ്പിന് സമീപം സ്കൂട്ടറും സ്കൂൾ ബസും കൂട്ടിയിടിച്ച് അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. കാട്ടകാമ്പാൽ ചിറയൻകാട് സ്വദേശി കുന്നത്തുവളപ്പിൽ വീട്ടിൽ ഷമീലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഭൂമി തരം മാറ്റലിന്റെ മറവിൽ വ്യാപകമായി നിലം നികത്തൽ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പുല്ലൂറ്റ് കോഴിക്കട 16-ാം കോളനി പരിസരത്താണ് അനധികൃതമായി നിലം നികത്തുന്നത്. 7 ഏക്കർ ഭൂമിയിൽ 2 ഏക്കർ ഭൂമി തരം മാറ്റാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ മുഴുവൻ സ്ഥലവും നികത്തുകയാണ്. തരം മാറ്റലിന്റെ പേരിൽ ഭൂമിയുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തരുത് എന്നിരിക്കെ തോടുകളും തണ്ണീർത്തടങ്ങളും നികത്തിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ പ്രദേശത്ത് കിണറുകളിൽ ഉപ്പ് കയറുവാനും ഇത് കാരണമാകുന്നുണ്ട്. ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രംഗത്ത് വന്നതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് മണ്ണിട്ട് മൂടിയ തോടുകൾ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ ഉത്തരവ് നൽകി. തണ്ണീർത്തടം നികത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ PN വിനയചന്ദ്രൻ ആവശ്യപ്പെട്ടു. 7.5 ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. 2 ഏക്കർ സ്ഥലത്തിൽ തരം മാറ്റത്തിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ തരം മാറ്റം നടത്തുമ്പോൾ ആ ഭൂമിയുടെ സ്വഭാവം മാറ്റരുത് എന്ന നിയമം ഇരിക്കെ തന്നെ ഇവിടെ തോടുകൾ, പ്രത്യേകിച്ച് തണ്ണീർത്തടങ്ങളൊക്കെ തന്നെ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് വെള്ളം ഈ പറഞ്ഞ 16 വീടുകളടങ്ങിയ കോളനിയും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും കയറി അവരുടെ ജീവിതം തന്നെ വളരെ ദുസ്സഹമായിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പാടശേഖരം താഴ്ത്തി ചെളിയും മണ്ണും നീക്കിയതിനാൽ മാള പുത്തൻചിറയിൽ ഉപ്പുവെള്ളം കയറിയതായി പരാതി. പുത്തൻചിറ വില്ലുമംഗലം ചെങ്ങമുത ബണ്ടിന് സമീപത്താണ് മണ്ണും കളിമണ്ണും എടുത്തിട്ടുള്ളത്. ആഴത്തിൽ കളിമണ്ണെടുത്ത് രാത്രിയിലാണ് വലിയ വാഹനത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഇതുമൂലം മണ്ണെടുത്ത തോട്ടിലേക്ക് കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറിയ നിലയിലാണ്. പാടശേഖരത്തിൽ ഉപ്പുവെള്ളം എത്തിയതോടെ പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. വൻതോതിൽ പാടശേഖരം വാങ്ങിയവരാണ് ഇത്തരത്തിൽ കളിമണ്ണ് ഖനനം ചെയ്ത് വിറ്റത്. രാത്രിയിൽ മണ്ണെടുപ്പ് നടന്നത് വൈകിയാണ് നാട്ടുകാർ അറിയുന്നത്. കൃഷി ചെയ്തിരുന്ന പാടശേഖരമാണ് ഇത്തരത്തിൽ മണ്ണെടുപ്പിനായി ഉപയോഗിച്ച് ഉപ്പുവെള്ളം നിറച്ചത്. വെള്ളം കയറി ഇപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഇവരുടെ കിണറ്റിലൊക്കെ ഇന്നലെ തുടങ്ങി വെള്ളം അടിക്കാൻ പറ്റില്ല. ഈ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ് ഇവിടുന്ന് ഈ കുളം താഴ്ത്തിയ ചെളി മുഴുക്കനും അവരെ കൂടെ കൊണ്ടുവന്ന് ഇത് നികത്തുന്നാണ് പറഞ്ഞത്. പക്ഷെ ചെളി കംപ്ലീറ്റ് കോരി കൊണ്ടുപോയില്ലേ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എടുക്കാണ്ട് നോക്കണം.
അതിനുള്ള ഇത് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായിട്ട് ചെയ്യണം. അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണം. ഇവിടെ ഉള്ള കുളങ്ങൾ മൂടിയില്ലെങ്കിൽ ഉപ്പുവെള്ളം ആകെ നിറയും. ഇപ്പോൾ തന്നെ സമയബന്ധിതമായി ബണ്ട് കെട്ടാത്തതിൻ്റെ ഫലമായിട്ട് ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. പാടശേഖരത്തിൽ നിറച്ച് ഉപ്പാണ്. അപ്പോൾ വേലിയേറ്റ സമയങ്ങളിൽ മണ്ണെടുത്ത ചാലിലൂടെ പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറുകയാണ്. മണ്ണെടുപ്പിനെതിരെ മുഖ്യമന്ത്രി, കൃഷിവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കർഷകരും പരിസരവാസികളും പരാതി നൽകിയിട്ടുണ്ട്. പാടശേഖരം നശിപ്പിച്ചതിനൊപ്പം പ്രദേശത്തെ കുടിവെള്ളം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് മണ്ണെടുപ്പ് മാറിയെന്ന് കർഷകർ പറയുന്നു. TCV ന്യൂസ്, മാള. ഷൊർണൂർ കുളപ്പുള്ളി കണയം റോഡിൽ KSEBയുടെ കേബിൾ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരായ അച്ഛനും മകനും പരിക്കേറ്റു. കുളപ്പുള്ളി കണയം റോഡിന് സമീപം താമസിക്കുന്ന മങ്ങന്നം കുന്നത്ത് വീട്ടിൽ മദനമോഹൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. മദനന്റെ വാരിയെല്ലും മകന്റെ കാലിന്റെ എല്ലും പൊട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മകനെ കൊണ്ടുവരാൻ ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി വരുന്നതിനിടെയാണ് കണയം റോഡിന് കുറുകെ KSEB വലിച്ചു കെട്ടിയ കേബിൾ കഴുത്തിൽ കുടുങ്ങി വീണത്. കേബിൾ കഴുത്തിൽ കുടുങ്ങിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴുകയായിരുന്നു. ഇരുവരും വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മസ്ജിദുകൾ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. ദൃഢവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയായി മാറി. വ്രതാനുഷ്ഠാന പുണ്യവും പ്രാർത്ഥനാ തീക്ഷ്ണതയുമാർന്ന ആദ്യ വെള്ളിയാഴ്ച. വളരെ നേരത്തെ തന്നെ മസ്ജിദുകളിൽ ഇടം പിടിച്ച വിശ്വാസികൾ സൂറത്തുൽ കഫും സൂറത്തുൽ യാസിനും ഓതിയാണ് കുത്തൂബയുടെ സമയം വരെ വിശ്വാസപൂർവ്വം കാത്തിരുന്നത്. കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ ആദ്യ പത്തിൽ മനുഷ്യരോട് കരുണയും കാരുണ്യവും കാണിക്കുവാനും ജാതിമത ചിന്തകൾക്ക് അതീതമായി പാവങ്ങളെ സഹായിക്കുവാനും കുത്തൂബയിൽ ഖത്തീബുമാർ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു. അമീറുൽ മുഅ്മിനീന ഉമർ ബിനുൽ ഖത്താബ് اللهم ارض عن سيد الأختان أمير المؤمنين عثمان بن عفان. ഒപ്പം സമാനതകളില്ലാത്ത വിധം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ വിശ്വാസി സമൂഹം പൊതുസമൂഹത്തോടൊപ്പം നിന്ന് പ്രതിരോധിക്കണമെന്നും ഖത്തീബുമാർ പറഞ്ഞു. വേനലിൻ്റെ അതികഠിനമായ ചൂടിലാണ് ഈ വർഷം വിശ്വാസികൾ നോമ്പെടുക്കുന്നത്. മസ്ജിദുകളിലും മറ്റും നോമ്പു തുറയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് മഹല്ല് കമ്മിറ്റികൾ ചെയ്തിട്ടുള്ളത്. പല മസ്ജിദുകളിലും അസർ നമസ്കാരത്തിന് ശേഷം ജാതിമത ഭേദങ്ങളില്ലാതെ അവിടെയെത്തുന്ന എല്ലാവർക്കും ജീരകക്കഞ്ഞി വിതരണവും നടത്തുന്നുണ്ട്. കാരക്ക കൊണ്ട് നോമ്പ് മുറിച്ച് പിന്നീട് ജ്യൂസും പഴങ്ങളും മറ്റും കഴിച്ച് മഗരിബ് നമസ്കാരത്തിന് ശേഷം ചായയും പ്രത്യേകം തയ്യാറാക്കുന്ന ജീരകക്കഞ്ഞിയും കുടിച്ചാണ് വിശ്വാസികൾ മസ്ജിദുകളിൽ നിന്നും വീടുകളിലേക്ക് പോകുന്നത്. ഇഷാ നമസ്കാരത്തിന് ശേഷമുള്ള തറാവീഹ് നമസ്കാരത്തിനു വേണ്ടി വീണ്ടും വിശ്വാസികൾ മസ്ജിദിലെത്തി രാത്രി ഏറെ വൈകിയാണ് പിരിയുക. മഹല്ല് കമ്മിറ്റികളുടെയും വിവിധ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ അരിയും പലവ്യഞ്ജന സാധന സാമഗ്രികളും അടങ്ങിയ കിറ്റുകളും മറ്റും നിർധനരായ കുടുംബങ്ങൾക്ക് വിതരണവും ചെയ്യുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച ചാവക്കാട് മേഖലയിലെ പള്ളികളിൽ ജുമാ നിസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. പല പള്ളികളിലും വരി പുറത്തേക്ക് നീണ്ടു. ജുമാ നിസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായി. ബന്ധുക്കളുടെ ഖബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തിയാണ് വിശ്വാസികൾ മടങ്ങിയത്. പരിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൊടുങ്ങല്ലൂർ മേഖലകളിലെ മസ്ജിദുകളിൽ ജുമാ നിസ്കാരത്തിന് ആയിരങ്ങൾ അണിനിരന്നു. ഇക്കുറി 6-ാം നോമ്പ് നാളിലാണ് ആദ്യ വെള്ളി കടന്നുവന്നത്. റമദാനിലെ പകലുകൾ കഠിനവ്രതത്തോടൊപ്പം പ്രാർത്ഥനാ നിർഭരവുമാണ്. ചന്ദ്രാപിന്നി മധുരംപുള്ളിയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മധുരംപുള്ളി സ്വദേശി കാരയിൽ 52 വയസ്സുള്ള ജയപ്രകാശാണ് മരിച്ചത്. മധുരംപള്ളി ഷാപ്പിന് സമീപത്തായിരുന്നു അപകടം. ഉടൻ തന്നെ പരിക്കേറ്റയാളെ ചളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസിൽ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചന്ദ്രാപിന്നി ഇരിഞ്ഞാലക്കുട റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുമായാണ് ബൈക്ക് കൂട്ടിയിടിച്ചത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. എറിയാട് ചേരമാൻ സ്വദേശി കല്ലുങ്ങൽ വീട്ടിൽ ഷിനാസ്, അഴീക്കോട് മുനക്കൽ ബീച്ച് സ്വദേശി മുനക്കൽ വീട്ടിൽ മുച്ചു എന്ന് വിളിക്കുന്ന മുഹസിൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പാലസ് ഹോട്ടലിന്റെ പരിസരത്തായിരുന്നു സംഭവം. എറിയാട് കാട്ടാക്കുളം സ്വദേശിയായ ചെമ്പോഴിപ്പറമ്പിൽ വീട്ടിൽ പൃഥ്വിരാജിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടറായ KG സജിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ഷമീർ, ബിനിൽ, അനസ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മേലൂർ പൂലാനി സ്വദേശിയായ പ്രണവിനെയാണ് 14 ഗ്രാം കഞ്ചാവുമായി കൊരട്ടി പോലീസ് പിടികൂടിയത്. മുൻപും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് പ്രണവ്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ OG ഷാജു, ASI ഷീബ,
സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TV ടോമി എന്നിവരും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 19കാരനെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ചെറുതുരുത്തി പള്ളിക്കൽ താഴത്ത് പറമ്പിൽ അൻഷാദിനെയാണ് ചെറുതുരുത്തി പോലീസ് സാഹസികമായി പിടികൂടിയത്. ചെറുതുരുത്തിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കലാമണ്ഡലം വിദ്യാർത്ഥികൾക്കും ലഹരി വിൽപ്പന നടത്തിയിരുന്ന അൻഷാദ് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ AR നിഖിൽ, CPOമാരായ ഗിരീഷ്, സുബിൻ ചന്ദ്രൻ, നിതീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. അമിതമായ ലഹരി ഉപയോഗവും അതുവഴി സമൂഹത്തിലുണ്ടാകുന്ന ദുരന്തങ്ങളും ഒഴിവാക്കാൻ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ചാലക്കുടി നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. പുതുതലമുറയുടെ അനിയന്ത്രിതമായ ലഹരി ഉപയോഗം തടയാനും ഇവരെ മറ്റു മാർഗങ്ങളിലേക്ക് കൊണ്ടുവരാനും ഉതകുന്ന പദ്ധതികളാണ് കൗൺസിൽ ആവിഷ്കരിക്കുക. പോലീസ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകളെ ഉൾപ്പെടുത്തി ഇതിനുള്ള പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, യുവജന സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക. പദ്ധതികൾ സംബന്ധിച്ച് അടുത്ത ദിവസം നടക്കുന്ന നഗരസഭയുടെ വികസന സെമിനാർ അന്തിമ രൂപം നൽകുമെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ അറിയിച്ചു. ഇത് സംബന്ധിച്ച് മുൻ ചെയർമാൻ എബി ജോർജ് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തെ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് പിന്താങ്ങി. കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സ് സമരം തുടരുന്നു. ശമ്പളവും പെൻഷനും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത്. കലാമണ്ഡലം A രാജൻ, കലാമണ്ഡലം K നാരായണൻ, കലാമണ്ഡലം ബാലൻ, KV ജഗതി, കലാമണ്ഡലം PV ഈശ്വരനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ പൂരാഘോഷത്തിലെ കാഴ്ചശീവേലി എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി നടന്ന കുടമാറ്റം ഉത്സവപ്രേമികൾക്ക് ആവേശമായി. തൃശൂർ പൂരത്തിന്റെ മാതൃകയിൽ ചെമ്പൂച്ചിറ പൂരത്തിലെ പ്രധാന പങ്കാളികളായ നൂലുവള്ളി, ചെമ്പൂച്ചിറ ദേശങ്ങൾ 9 വീതം ഗജവീരന്മാർ അഭിമുഖമായി നിന്നാണ് കുടമാറ്റം നടത്തിയത്. വൈവിധ്യമാർന്ന വർണ്ണക്കുടകൾ മാറി മാറി ഇരുവിഭാഗവും ആനപ്പുറത്ത് ഉയർത്തിയപ്പോൾ ആവേശഭരിതരായി ഉത്സവപ്രേമികൾ ആർപ്പു വിളിച്ചു. 1 മണിക്കൂർ നീണ്ട കുടമാറ്റത്തിൽ ഇരുദേശക്കാരും മത്സരിച്ചാണ് കുടകൾ ഉയർത്തിയത്. ചെമ്പൂച്ചിറ ദേശത്തിനു വേണ്ടി പാമ്പാടി സുന്ദരനും നൂലുവള്ളി ദേശത്തിനു വേണ്ടി അക്കരമേൽ ശേഖരനും തിടമ്പേറ്റി. ചെമ്പൂച്ചിറ ദേശത്തിന്റെ മേളത്തിന് പഴുവിൽ രഘുമാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ എന്നിവരും പഞ്ചവാദ്യത്തിന് ചെറുശ്ശേരി ശ്രീകുമാറും നേതൃത്വം നൽകി. നൂലുവള്ളി ദേശത്തിന്റെ മേളത്തിനും പഞ്ചവാദ്യത്തിനും ചേന്ദമംഗലം രഘുമാരാർ നേതൃത്വം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പള്ളിവേട്ടയും ഞായറാഴ്ച രാവിലെ മന്ദാരപ്പള്ളി മന്ദാരക്കടവിൽ ആറാട്ടും നടക്കും. എരുമപ്പെട്ടി തയ്യൂരിൽ കിണറ്റിൽ വീണ ആടിനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ യുവാവ് കിണറ്റിനുള്ളിൽ അകപ്പെട്ടു. യുവാവിനെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. കിണറ്റിൽ വീണ ആട് ചത്തുപോയി. തയ്യൂർ കൊട്ടുക്കൽ വീട്ടിൽ അഖിലാണ് കിണറ്റിൽ അകപ്പെട്ടത്. ആട്ടിൻകുട്ടി വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് വീഴുന്നത് കണ്ട അഖിൽ ആടിനെ രക്ഷപ്പെടുത്താൻ കിണറ്റിൽ ഇറങ്ങുകയായിരുന്നു. എന്നാൽ കിണറ്റിൽ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതിരുന്നത് മൂലം ശ്വാസം ലഭിക്കാതെ അവശനായ അഖിൽ കയറിൽ പിടിച്ചു നിന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് കിണറ്റിൽ ഇറങ്ങിയെങ്കിലും ശ്വാസം ലഭിക്കാതിരുന്നതിനാൽ തിരിച്ചു കയറുകയായിരുന്നു. തുടർന്ന് കിണറ്റിലേക്ക് കയറിൽ ഫാൻ ഇറക്കി പ്രവർത്തിപ്പിച്ചും മരച്ചില്ലകൾ കയറിൽ കെട്ടിയിറക്കിയും വെള്ളം ഇളക്കിയും നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. വടക്കാഞ്ചേരിയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് എത്തി നെറ്റ് ഉപയോഗിച്ച് അഖിലിനെ കരയ്ക്കു കയറ്റുകയായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച അഖിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്തിക്കാട് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ പശുവിനെ നാട്ടിക ഫയർഫോഴ്സ് രക്ഷകരായി. അന്തിക്കാട് വന്നേരിമുക്ക് സ്വദേശി വിൻസെന്റിന്റെ പശുവാണ് കിണറ്റിൽ വീണത്. കുളിപ്പിച്ചു കൊണ്ടുവരുന്നതിനിടെ ഓടിയ പശു സമീപത്തെ പുല്ലുമൂടിക്കിടന്ന ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. വാട്ടർ ഹോസ് JCBയിൽ കെട്ടി 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കിണറ്റിൽ ഇറങ്ങിയാണ് പശുവിനെ കരയ്ക്കെത്തിച്ചത്. ഗാർബേജ് ഫ്രീ സിറ്റി എന്ന പദവിയിലേക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ.
കേന്ദ്ര സർക്കാരിന്റെ SBM ടീമിന്റെ നേതൃത്വത്തിലാണ് അസസ്മെന്റ് നടക്കുന്നത്. ഫീൽഡ് വെരിഫിക്കേഷൻ കൂടി പൂർത്തിയാകുന്നതോടെ നഗരസഭയ്ക്ക് പുതിയ അംഗീകാരം ലഭിക്കും. ശുചിമുറി മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള ദ്രവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉള്ള നഗരസഭകൾക്കാണ് ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ് അപേക്ഷിക്കാൻ അവസരം ലഭിക്കുന്നത്. ഇതോടെ കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിൽ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള ചുരുക്കം നഗരസഭകളിൽ ഒന്നായി കൊടുങ്ങല്ലൂർ മാറുകയാണ്. മതിലകം കൂളിമുട്ടം ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് ഏകദേശം 30 വയസ്സ് തോന്നിക്കും. മതിലകം പോലീസ്, അഴീക്കോട് കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. നെൽകർഷകരോട് ഇടതുപക്ഷ സർക്കാരിന് ക്രൂര മനോഭാവമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. നെൽകർഷകരോട് സർക്കാർ കാണിക്കുന്ന അവഗണനകൾക്കെതിരെ കേരള കോൺഗ്രസ് മുരിയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെൽകർഷകർക്ക് പൊള്ളയായ വാഗ്ദാനം നൽകുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് എന്നും കേന്ദ്ര സർക്കാർ നെല്ലിന് വില വർദ്ധിപ്പിക്കുമ്പോൾ അതനുസരിച്ചുള്ള വില വർദ്ധിപ്പിച്ച് നൽകാതെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഓരോ വർഷവും കുറയ്ക്കുകയാണെന്നും ഉണ്ണിയാടൻ ആരോപിച്ചു. കേരള കോൺഗ്രസ് മുരിയാട് മണ്ഡലം പ്രസിഡന്റ് പോൾ നേരെപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. അത് കാശാക്കി കൈ കെട്ടിയിട്ടും ഈ പാവപ്പെട്ട കർഷകരിൽ നിന്ന് വാങ്ങിച്ച നെല്ലിന്റെ വില കൊടുക്കാതെ ചിറ്റാറ്റുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമായ നോമ്പുകാല വെള്ളിയാഴ്ചകളിലെ ധൂമപ്രദക്ഷിണത്തിന് തുടക്കമായി. ആത്മീയതയുടെ നിറവും പാരമ്പര്യവും നിറഞ്ഞ വിശ്വാസ പ്രതിഷ്ഠ ഇന്ന് അപൂർവമാണ്. ചിറ്റാറ്റുകര ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് മലബാറിൽ 1801-1802 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സാംക്രമിക രോഗമായ വസൂരി പല പ്രദേശങ്ങളിലും വ്യാപിച്ച് കനത്ത ജീവനാംശങ്ങൾ ഉണ്ടാക്കിയതായാണ് ചരിത്രം. ഫലപ്രദമായ പ്രതിരോധ മരുന്നുകൾ കുറവായിരുന്ന അക്കാലത്ത് ദൈവകോപമാണ് വസൂരി തുടങ്ങിയ സാംക്രമിക രോഗത്തിന് കാരണമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി തുടങ്ങിയതാണ് പാപപരിഹാരമായ ഈ ധൂമപ്രദക്ഷിണം. പഴമയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ തീക്ഷ്ണതയോടെ ഇടവകയിലെ വിശ്വാസികൾ ഇന്നും തുടരുകയാണ് പാപപരിഹാര ധൂമപ്രദക്ഷിണം. ധൂമപ്രാർത്ഥന ചിറ്റാറ്റുകരയുടെ വിശ്വാസ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്ന് ചിറ്റാറ്റുകര അങ്ങാടിയിൽ താമസിക്കുന്ന 103 വയസ്സായ ഏല്യാമ്മ അമ്മാമ പറയുന്നു. ധൂമപ്രാർത്ഥന എനിക്ക് നന്ന് ഓർമ്മ വെച്ച കാലം മുതലേക്ക് ഞാൻ ഇന്ന് വരെ അത് നടന്നിക്കൊള്ളുന്നുണ്ട്. അന്ന് അല്ലാത്ത വ്യാധികളും ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ട് അന്ന് ഇതിനെ പറ്റി ഇങ്ങനെ നടന്നിട്ട് അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. വലിയ നോമ്പുകാലം തുടങ്ങിയാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പുലർക്കാലത്ത് സുഗന്ധധൂമം വീശി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് തിടുക്കത്തിൽ അങ്ങാടി ചുറ്റി മടങ്ങിയെത്തുന്ന ഈ പാപപരിഹാര പ്രദക്ഷിണം എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തത പുലർത്തുന്നതാണ്. ഈ വർഷത്തെ ആദ്യ ധൂമപ്രദക്ഷിണ കർമ്മങ്ങൾക്ക് ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ പട്ടിയേക്കൽ എന്നിവർ കാർമ്മികരായി. TCV ന്യൂസ്, പാവറട്ടി. യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന്റെയും അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമവാസനകൾക്കെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ TM കശ്യപൻ, IHRD കോളേജ് പ്രിൻസിപ്പാൾ D ബിന്ദു, PTA വൈസ് പ്രസിഡന്റ് KB രമേശ്, NSS പ്രോഗ്രാം ഓഫീസർ ഫെർഡിനാൻഡ് വില്യം എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. 21 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയ 7 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. പരിശോധനയ്ക്ക് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രവീൺ KS, AS രശ്മി, സജീഷ് PS എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ സതീഷ് കുമാർ G അറിയിച്ചു. റവന്യൂ മന്ത്രി K രാജന്റെ പീച്ചി ഡാമിനോടുള്ള അവഗണനയ്ക്കെതിരെ പാണഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീച്ചി ഡാമിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA MP വിൻസെന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ്, KPCC അംഗം ലീലാമ തോമസ്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അൽജോ ചാണ്ടി, ഷൈജു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
ലൈഫ് മിഷൻ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കും ഊന്നൽ നൽകി തളിക്കുളം പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് PK അനിതയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ലൈഫ് മിഷന് 5,34 ലക്ഷം രൂപയും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് 8,50 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ സമഗ്ര വികസനത്തോടൊപ്പം കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി പോർക്കുളം പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി ബജറ്റ് അവതരിപ്പിച്ചു. 18,75,58,673 രൂപ വരവും 18,32,31,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന 43,27,671 രൂപ മിച്ചവും കണക്കാക്കുന്ന ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും പാർപ്പിടം, കുടിവെള്ളം എന്നിവയ്ക്കും പ്രത്യേക ഊന്നലും ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സമഗ്ര വികസനവുമാണ് ലക്ഷ്യമിടുന്നത്. കാട്ടകാമ്പാൽ വാവേക്കർ കോൾപ്പടവിലെ തകർന്ന ബണ്ടിന്റെ പുനർനിർമ്മാണം വൈകുന്നു. ബണ്ട് പുനർനിർമ്മിച്ചില്ലെങ്കിൽ വരും സീസണിലും കൃഷി ഇറക്കാൻ കഴിയില്ല എന്ന ആശങ്കയിലാണ് കർഷകർ. കഴിഞ്ഞ നവംബറിലാണ് നൂറാടിത്തോടിന്റെ ബണ്ട് വരമ്പ് തകർന്ന് വെള്ളം വാവേക്കർ കോൾപ്പടവിലേക്ക് കുത്തിയൊലിച്ചത്. ഞാറുനട്ട് 10 ദിവസം മാത്രം പിന്നിട്ട നെൽച്ചെടികൾ പൂർണ്ണമായും നശിച്ചുപോയി. ഏക്കറിന് 25,000 രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. സ്ഥലം സന്ദർശിച്ച കൃഷി ഉദ്യോഗസ്ഥർ മാർച്ചിൽ പുനർനിർമ്മാണം തുടങ്ങുമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് കർഷകർ ആരോപിച്ചു. ബണ്ട് പുനർനിർമ്മിച്ച് അടുത്ത സീസണിൽ കൃഷി ഇറക്കാനുള്ള സൗകര്യമൊരുക്കി നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കുറ്റൂർ മേരിമാതാ പള്ളിയിൽ ടീം ഷെഖൈന നയിക്കുന്ന റിവൈവൽ ഫയർ 11ാമത് ബൈബിൾ കൺവെൻഷൻ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോജു പുറത്തൂർ, ബ്രദർ സന്തോഷ് കരുമത്ര എന്നിവർ നേതൃത്വം നൽകി. കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. കൺവെൻഷനിൽ യേശു തീ കത്തിച്ചു, അത് കത്തി പടരണം. കേന്ദ്ര നൈപുണ്യ സംരംഭക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ കീഴിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ജൻ ശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ വകുപ്പ് ജനറൽ മാനേജർ S. ഷീബ വനിതാദിന സന്ദേശം നൽകി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അയ്യന്തോൾ സെൻസി യൂജിൻ JS റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള അവാർഡ് വിതരണം നടത്തി. വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി JSSന്റെ ഏറ്റവും നല്ല സംരംഭകയ്ക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. തിരുവല്ലുവാമല പട്ടിപ്പറമ്പ് MRRLP സ്കൂളിന്റെ വാർഷികം പഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M. ഉദയൻ അധ്യക്ഷത വഹിച്ചു. തിരുവല്ലുവാമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ P. ജയശങ്കർ, SRG കൺവീനർ MS. പത്മശ്രീ, സ്കൂൾ പ്രധാനാധ്യാപിക PK. ബിന്ദു, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയും സെറിബ്രൽ പാൾസി രോഗബാധിതനുമായ ശ്രീപദ് തന്റെ ഒഴിവു സമയങ്ങളിൽ നിർമ്മിച്ച വസ്തുക്കൾ വിറ്റ് കിട്ടിയ തുക PTA ഫണ്ടിലേക്ക് സംഭാവനയായി കൈമാറി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ തുക ഏറ്റുവാങ്ങി. വിവിധതരം കമ്മലുകൾ, മുത്തുമാലകൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന ശ്രീപദ് ഇവ വിൽപ്പന നടത്തി ലഭിച്ച 5,000 രൂപയാണ് സ്കൂളിന് കൈമാറിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, പ്രധാനാധ്യാപിക ഷാലി കാതറിൻ, ശ്രീപദിന്റെ മാതാവ് നീതു തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള കലശ ചടങ്ങുകളിലെ പ്രധാനമായ തത്വകലശം ശനിയാഴ്ച നടക്കും. ഞായറാഴ്ച നടക്കുന്ന ബ്രഹ്മകലശത്തോടെയും സഹസ്ര കലശാഭിഷേകത്തോടെയും 8 ദിവസം നീണ്ടുനിന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് നാലമ്പലത്തിലെ നമസ്കാര മണ്ഡപത്തിൽ ഹോമകുണ്ഠമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാഡീ സന്താന പൂജ നടത്തിയ ശേഷം ഭഗവാന് തത്വകലശാഭിഷേകം നിർവഹിക്കും. ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും. രാത്രി തൃപ്പുകയ്ക്ക് ശേഷം തന്ത്രി അനുജ്ഞ ചടങ്ങും നടത്തും. ബ്രഹ്മകലശത്തിനായി ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ. കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ 1000 കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും.
മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന ചടങ്ങിന് ശേഷം വെഞ്ചാമരം, മുത്തുക്കുട, ആലവട്ടം, നാഗസ്വരമടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രം ഓദിക്കൻ കുംഭേശകലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാനെ അഭിഷേകം ചെയ്യും. ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും. 4:15 മുതൽ ഉച്ചവരെ ക്ഷേത്രദർശനത്തിന് നിയന്ത്രണം ഉണ്ടാകും. പഴഞ്ഞി അയ്യനൂർ അയ്യമ്മലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. പാണ്ടിമേളത്തോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ തിടമ്പേറ്റി. ക്ഷേത്രം പ്രസിഡന്റ് KR സുബ്രഹ്മണ്യൻ, കോമരം ചന്ദ്രൻ കണ്ടിരുത്തി, KV മോഹനൻ, KK ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരിമ്പൂർ പഞ്ചായത്തിലെ കർഷകർക്കായി നടപ്പാക്കുന്ന അഗ്രി ക്ലിനിക്കുകളുടെ വാർഡ് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ നിർവഹിച്ചു. അരിമ്പൂരിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ്, കൃഷി ഓഫീസർ സ്വാതി സാബു, CDS ചെയർപേഴ്സൺ ജിജി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. പഴയന്നൂർ കിഴക്കേ മാരിയമ്മൻ ക്ഷേത്രം പൂജ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന മാരിയമ്മൻ പൂജ ഉത്സവം ഭക്തി നിർഭരമായി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മാരിയമ്മൻ ക്ഷേത്രത്തിലേക്ക് കുംഭം എഴുന്നള്ളിപ്പ്, മാവിളക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ശനിയാഴ്ച രാത്രി നടക്കുന്ന മഞ്ഞൾ നീരാട്ടിന് ശേഷം ഗായത്രി പുഴയിൽ കുംഭനിമഞ്ജനത്തോടെ ഉത്സവത്തിന് സമാപനമാകും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും ICDSും സംയുക്തമായി ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ അധ്യക്ഷയായി. 5 പഞ്ചായത്തുകളിൽ നിന്നായി 70 വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, CDPO ശുഭ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്മിത അജയകുമാർ, ശുഭ സുരേഷ്, സൈമൺ തെക്കത്ത്, ജീന നന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,381 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടി മുരിങ്ങൂരിൽ കാറിന് പുറകിൽ അജ്ഞാത വാഹനമിടിച്ച് അച്ഛനും മകളും മരിച്ചു. കോതമംഗലം സ്വദേശികളായ ജെയ്മോൻ, ജോവാന എന്നിവരാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഭൂമി തരംമാറ്റലിന്റെ മറവിൽ വ്യാപകമായി നിലം നികത്തൽ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പാടശേഖരം താഴ്ത്തി ചെളിയും മണ്ണും നീക്കിയതിനാൽ മാള പുത്തൻചിറയിൽ ഉപ്പുവെള്ളം കയറിയതായി പരാതി. ഷൊർണൂർ കുളപ്പുള്ളി കണയം റോഡിൽ KSEBയുടെ കേബിൾ കഴുത്തിൽ കുരുങ്ങിയ ബൈക്ക് യാത്രക്കാരായ അച്ഛനും മകനും പരിക്ക്. കുളപ്പുള്ളി സ്വദേശി മദനമോഹൻ, മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്രതാനുഷ്ഠാന പുണ്യം നിറഞ്ഞ റംസാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥന നിർഭരമാക്കി മുസ്ലിം വിശ്വാസി സമൂഹം. ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.